ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയുള്ള ഭോഗനന്ദീശ്വര ഗുഡി എന്ന ഒരു ഓൾഡ് ടെമ്പിളിലേക്കാണ് ഇന്നത്തെ യാത്ര. നന്ദി ഹിൽസ് വരെ പോകണ്ട. നന്ദി ഹിൽസിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. ഇതിന്റെ പാർക്കിംഗ് ലോട്ടിനോട് ചേർന്ന് ഒരു ബിൽഡിംഗ് കോംപ്ലക്സും കുളവും ഒക്കെയുണ്ട്. പക്ഷേ ബിൽഡിംഗ് കോംപ്ലക്സിനകത്ത് ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നൊന്നുമില്ല. ഇത് അമ്പലത്തിന്റെ കോമ്പൗണ്ടാണ്. ചില കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ടെമ്പിളിലേക്കുള്ള എൻട്രി. ഈ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. നന്ദി ഹിൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്ര തിരക്കില്ല. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഇതിനകത്ത് അത്ര ചൂടൊന്നും തോന്നത്തില്ല. ഇതിൽ കുറെ കൊത്തുപണികളും മറ്റുമുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. ഇവിടെ തീർത്ഥാടകരെ കഴിഞ്ഞ് കൂടുതൽ എത്തുന്നത് ടൂറിസ്റ്റുകളാണ്. പിന്നെ ടെമ്പിളിനകത്ത് ആളുകൾ കൂടിയപ്പോൾ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഒരു സ്റ്റാച്യു ആണെന്നാണ്. പിന്നെയാണ് ഒരാള് നിൽക്കുന്നതാണെന്ന് മനസ്സിലായത്. ആളുകളൊക്കെ നോക്കി ചിരിച്ചിട്ട് പോകുന്നതല്ലാതെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഞാൻ പോയി കൊടുത്തായിരുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആൾ അത്യാവശ്യം പ്രായമുള്ള ആളാണ്. വിറയ്ക്കുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കണ്ടേ? ഇവിടെ വരുന്നവരൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ചെറുപ്പക്കാരാണ് എന്തേലും കൊടുക്കുന്നത്. ഈ അമ്പലത്തിന് പുറത്തായി കുറെ സ്ഥലമുണ്ട് വിശ്രമിക്കാനൊക്കെ. അതിലൂടെ കുറെ കുരങ്ങന്മാരൊക്കെ നടക്കുന്നുണ്ട്. കോമ്പൗണ്ടിന് ഉള്ളിലായി ഇങ്ങനെയൊരു കുളമുണ്ട്. ബട്ട് അതിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. അങ്ങനെ കോമ്പൗണ്ടിൽ കുറച്ചുനേരം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഈ ടെമ്പിളിന് പരിസരത്ത് ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന വഴിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് ഓർഡർ ചെയ്തത് ബാക്കി വന്നതുകൊണ്ട് അത് പാഴ്സലാക്കി പൊതിഞ്ഞെടുത്തു. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിനാകെ ഒരു അസ്വസ്ഥത. പുറത്തുനിന്ന് കഴിച്ച ഫുഡ് പണി തന്നു. വെറുതെ പാഴ്സലൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നു. തുടർന്ന് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വച്ചുപിടിച്ചു. ഇതോടുകൂടി ഈ കൊച്ചു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അടുത്ത കുഞ്ഞു കുഞ്ഞു യാത്രയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.